ഒരു സ്ഥാനവും ഇല്ലാതെ മരുമകളെന്ന് സ്വയം കെട്ടി എഴുന്നള്ളിച്ചോണ്ട് രമാദേവിയുടെ ആട്ടും തുപ്പും കേട്ടോണ്ട് നിൽക്കുന്ന ആളാ നീ. എങ്കിലും നിന്റെ അഹങ്കാരവും ഒട്ടും കുറഞ്ഞിട്ടില്ല. ആട്ടും തുപ്പും കേട്ട എന്താ? എന്നെന്തെങ്കിലും പറയാൻ രമാദേവിക്ക് മാത്രല്ലേ കഴിയൂ? മറ്റുള്ളവരുടെ മുന്നിലേ ഞാനിവിടത്തെ യജമാനത്തിയല്ലേ? നീയോ വേറൊരു പണിക്കാരി. ഒരേ സ്ഥലത്തുനിന്നും ഒരേ അവസ്ഥയിലും തുടങ്ങിയവരാ നമ്മൾ രണ്ടുപേരും. പക്ഷെ ഇപ്പൊ ഞാൻ നിന്റെ യജമാനത്തിയും നീ എന്റെ പണിക്കാരിയുവാ. അതല്ല അവിടെ നിക്കട്ടെ, തമ്പുരാട്ടി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്തിനാണാവോ? വളരെ കഷ്ടപ്പെട്ടാ ഞാൻ ഇതുവരെ എത്തിയത്. അതുകൊണ്ട് എനിക്ക് ഈ സ്ഥാനം ഇനിയും നിലനിർത്തണമെങ്കിൽ എനിക്ക് ആ മണിമാല കിട്ടിയേ പറ്റൂ. എനിക്കെന്താ ചോദിക്കാൻ അവകാശമെന്നല്ലേ? കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന മണിമാലയാ അത്. ഞാനും ചിന്നുവിനെ പോലെ നിങ്ങളുടെ മകളല്ലേ? ചിന്നുവിന് ആ മാലയിൽ അധികാരം ഉണ്ടെങ്കിൽ എനിക്കും ഇല്ലേ? എന്റെ അമ്മയാ ഇവര്. നീ ഇവരുടെ മകളാണെങ്കിൽ ചെയ്യാത്ത തെറ്റിന്റെ പേരില് എന്നെ എല്ലാരും കൂടി പോലീസിൽ പിടിച്ചു കൊടുത്തപ്പോ നീ എവിടെയായിരുന്നു? ഞാൻ നിരപരാധിയാണെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം. മാത്രമല്ല ഇപ്പൊ എന്നൊരു കൂടപ്പിറപ്പാണെന്ന് നീ പറയുന്നു. എന്നിട്ടും എന്നെ സഹായിക്കാനോ എന്റെ പക്ഷം പിടിക്കാനോ നിന്നെ ഞാൻ അവിടെ കണ്ടില്ലല്ലോ. എടി, എന്റെ സാഹചര്യം അങ്ങനെയാണ്. ആ വീട്ടിലെ മരുമകളാ ഞാൻ. അവിടെ വിഷം കുടിച്ച് കിടന്നത് രമാദേവിയാ. നീയാണ് അവർക്ക് വിഷം കലർന്ന് ജ്യൂസും കൊടുത്തത്. സംശയാസ്പദമായ നിലയിൽ നിന്നെ മാത്രമേ കാണാൻ കഴിയുള്ളായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നായിരുന്നു നീ പറയുന്നേ? സത്യത്തില് രമാദേവിക്ക് വിഷം നൽകി അവരെ കൊല്ലേണ്ട ആവശ്യം എന്നെക്കാളും കൂടുതൽ നിനക്കായിരുന്നു. എന്നിട്ടും നീ എന്നെയാ ചതിക്കാനും ഉറ്റുകൊടുക്കാനും നോക്കിയത്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ നിലനിൽപ്പ് എനിക്ക് നോക്കിയേ പറ്റൂ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് സത്യവും നീതിയും ധർമ്മവും എന്ന് പറഞ്ഞ് ഞാൻ നടന്നിരുന്നെങ്കിലേ നിന്നെപ്പോലൊരു വേലക്കാരിയായി ഇതുപോലെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയെന്നെ. എന്റെ സ്വന്തം കാര്യങ്ങള് ഞാൻ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നോണ്ടാ ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത്. ഏത് നിലയില്? എപ്പ വേണമെങ്കിലും നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാം. അതുവരെ കാണിക്കുന്ന ഈ ആഡംബരവും കേമത്വവും മാത്രമല്ലേ നിനക്കുള്ളൂ? ആ അവസ്ഥയിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ടാ ഞാൻ നിന്നോട് ഈ ഹെൽപ്പ് ചോദിച്ചത്. എനിക്ക് ആ മണിമാല വേണം. എനിക്കത് കിട്ടിയേ പറ്റൂ. അതെന്റെ കയ്യിലില്ല. എടി, ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെ കയ്യിൽ നിന്നും അതെങ്ങനെ വാങ്ങണമെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടത് ആ മണിമാലയാ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എങ്കിൽ ഈ നിൽക്കുന്ന സീതയുടെ മകളാണ് നീ എന്ന് നിനക്ക് രമാദേവിയുടെയും ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്യമായിട്ട് സമ്മതിക്കാൻ പറ്റുമോ?